നിലൻ ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സംബന്ധിച്ച്, അതായത് കേരളത്തിൽ താമര വിരിയും, പക്ഷേ അത് കുളത്തിലോ തോട്ടിലോ മറ്റോ ഒക്കെ ആയിരിക്കും എന്ന് ഒരു വിഭാഗം ഉന്നയി ആരോപണങ്ങളും അല്ലെങ്കിൽ അവകാശവാദങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ കളിയാക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 2016 നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ ആന്റണി പറഞ്ഞിരുന്നു, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും, പക്ഷേ അത് സ്റ്റേറ്റ് ബാങ്കിലോ മറ്റോ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ 2016 നേമത്ത് രാജഗോപാൽ വിജയിച്ചു. 2024 ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർ വിജയിച്ചിരിക്കുകയാണ്. BJPക്ക് ഒരു സീറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഈ വന്ന ഒരു മാറ്റം എല്ലാവരും BJPക്കെതിരെ പരിഹാസം ഉന്നയിച്ചു. ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ ലോക്സഭയിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ ആദ്യമായി ലോകസഭയിൽ BJP സീറ്റ് നേടിയിരിക്കുകയാണ്. പക്ഷെ അതിനൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളിലും BJP കരുത്തുറ്റ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. തൃശ്ശൂരെ സംബന്ധിച്ച് വേണമെങ്കിൽ പറയാം, സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വോട്ടുകൾ കൂടി കിട്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും താമര ചിഹ്നത്തിലാണ് സുരേഷ് ഗോപി മത്സരിച്ചത്. അതാണ് അതിൻ്റെ പോയിന്റ്. അതെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം. അപ്പോൾ BJP നേട്ടം ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ അത് അല്ലെങ്കിൽ BJPയുടെ എതിരാളികൾ നേട്ടം ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണ്? അതൊട്ടും ശരിയല്ല. കാരണം നമുക്കറിയാലോ ഇപ്പോൾ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അത്ര മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്, പ്രകടമായ മാറ്റം. BJP എന്ന് പറയുന്ന ഒരു മൂന്നാം ചേരി രൂപപ്പെട്ടു എന്നുള്ളത് കുറേ കാലമായി നമുക്കറിയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു ചേരിയുടെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്തുകൂടാ എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന്. അങ്ങനെയുള്ള പ്രചാരണങ്ങളാണ് ഇവിടെ ഉണ്ടാവാറ്. BJPക്ക് വോട്ട് ചെയ്യാൻ പാടില്ല, കേരളം അങ്ങനെയാണ്, പ്രബുദ്ധ കേരളമാണ്, അതാണ് ഇതാണെന്ന്. ഇപ്പം പറയുന്നത് കേരളം പ്രബുദ്ധമല്ല, UP പ്രബുദ്ധമാണെന്നാണ് പറഞ്ഞത് കുറച്ച് സീറ്റ് BJPക്ക് അവിടെ പോയപ്പം. അപ്പോൾ ഇവിടുത്തെ ആ രീതിയിലുള്ള ഒരു നെറേറ്റീവിനെയൊക്കെ ശരിക്കും പൊളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് BJP കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇനീഷ്യേറ്റീവ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അദ്ദേഹം എത്ര തവണയാണ് ഇവിടെ വന്നതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഒരു 6 മാസ കാലയളവിൽ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയമാണെങ്കിലും, തിരുവനന്തപുരത്ത് അവസാന നിമിഷം വരെ പോരാടിയതാണെങ്കിലും, ആറ്റിങ്ങലിലെ ഒരു വലിയ മുന്നേറ്റം, എല്ലാ മേഖലയിലും ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു കുതിപ്പ്, ഇതെല്ലാം നരേന്ദ്രമോദിയുടെ ഒരു ഫാക്ടറിൽ അധിഷ്ഠിതമാണ്. കാരണം മോദി എന്ന് പറയുന്നത് ഒരു ക്രെഡിബിലിറ്റിയാണ്. അപ്പം മോദിക്കുള്ള ഒരു വോട്ട് എന്നുള്ള രീതിയിൽ തന്നെ, കാരണം മോദി നേരിട്ട് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ റാലികളിലൊക്കെ ജനങ്ങളുമായിട്ട്, മലയാളികളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ മലയാളത്തിലൊക്കെ സംസാരിച്ചു തുടങ്ങുന്നു. അദ്ദേഹം നമ്മളിൽ ഒരാളാണെന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ചിരുന്നു. അത് ജാതിക്കും മതത്തിനും അതീതമായുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി. പിന്നെ തൃശ്ശൂരിലെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4,12,000-ലധികം വോട്ടുകളാണ് താമര ചിഹ്നത്തിൽ വീണിരിക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 30% തൃശ്ശൂർ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി 35% അടുത്ത് ക്രിസ്ത്യൻ വോട്ടുള്ള സ്ഥലമാണ്.